റെഡിയായിട്ട് നിന്ന് പാടിയാൽ മതിയോ? ഇല്ലല്ലോ. അപ്പോൾ സങ്കീർത്തനം നമുക്ക് ഭാവിയിൽ പാടിയ മാതിരി ഈ സങ്കീർത്തനം ഇത് കടലാസിൽ നിങ്ങൾ വായിച്ചപ്പോൾ ഇതെങ്ങനെ പാടി ഒപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലേ? ഇത്തിരി ആദ്യം കേൾക്കുമ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങ് പാടാൻ തുടങ്ങി എന്ന് പഠിച്ച് 2-3 പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ കണ്ടോ ഇവരൊക്കെ പാടുന്നത് കണ്ടോ, ഇതുപോലെ നമുക്ക് പാടാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഈ സങ്കീർത്തന ആലാപം നമ്മുടെ വീടുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും കുടുംബ പ്രാർത്ഥനകളിലും യൂണിറ്റ് പ്രയറുകളിലൊക്കെ ഇത് പാടാവുന്നതാണ്. ഈ കുട്ടികളുടെ പ്രായത്തിലുള്ള ചിലരൊക്കെ ഈ സങ്കീർത്തനം പഠിച്ചിട്ട് അവർ ഒരു ഓർഗനിസ്റ്റിനെ വെച്ചുകൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് പോയൊക്കെ പാടുന്നുണ്ട്. ഇപ്പോൾ ഈ സങ്കീർത്തനം, ഈ സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന ഒരു 40ഓളം സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന ഒരു CD നിങ്ങൾക്ക് നാളെ ഇവിടെ ലഭ്യമായിരിക്കും ഇല്ലേ? അതുകൂടാണ്ട് ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ ടോക്കുകൾ അടങ്ങുന്ന ഒരു CD നാളെ ധ്യാനം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടും. അതുകൂടാതെ യൂട്യൂബിൽ ഓൾറെഡി ഇന്നലെ വരെയുള്ളതെല്ലാം യൂട്യൂബിൽ അപ്ലോഡായി കഴിഞ്ഞു. ഇന്നത്തെ ഉച്ചവരെയുള്ളതും ഇപ്പോൾ അപ്ലോഡായി കഴിഞ്ഞു. നാനാ ഭാഗത്തു നിന്ന് പലരും നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങളും കേട്ട് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ആടിപ്പാടി നമുക്ക് ഇനി ധ്യാനത്തിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് വരികയാണ്. 3-ാം ഘട്ടം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക, ദാഹിക്കുക. വലിയ രഹസ്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. യെസ്, റെഡി?
അപ്പോൾ ഇതാണ് അത്. എങ്ങനെയുണ്ട് സങ്കീർത്തനം? ഇല്ലേ? ഇപ്പൊ സങ്കീർത്തനോടൊരു പ്രേമം ആയോ? ഇനി ഇതാണ് നമ്മൾ പാടേണ്ടത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പാട്ട്. സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ പരസ്പരം സംസാരിക്കുവിൻ. ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ഇപ്പോൾ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനെല്ലാം നമ്മൾ എടുക്കുമ്പോഴാണ് ഇതെല്ലാം ആ യുഗാന്ത്യപരവും ദൈവം എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ രഹസ്യങ്ങളാണ് അവിടെ പറയുന്നത് മുഴുവനും. മേച്ചിൽ പുറഞ്ഞ് യുഗാന്ത്യത്തിൽ അന്ത്യവിധിക്കായിട്ട് കർത്താവ് വരുമ്പോൾ തൻ്റെ ആടുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നല്ല ധാന്യങ്ങൾ ധാരാളമായിട്ട് മല പോലെ മൂടി നിൽക്കുന്ന ഒരു പ്രതീകമാണ്. എന്നിട്ട് ഇത് അവരുടെ കൊയ്ത്ത് കാലത്ത് പാടുന്ന പാട്ടാണ്. കണ്ടോ? ഇപ്പൊ കൊയ്ത്ത് കാലത്ത് ഇതേ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്, ഇതേ വാക്കുകളാണ്. എന്നാൽ അതിൻ്റെ ആന്തരിക അർത്ഥമെല്ലാം ദൈവരാജ്യത്തിൻ്റെ കൊയ്ത്ത്. ആ അർത്ഥത്തിലാണ് ഈ സ്നാപകയോഹന്നാനൊക്കെ പറയുന്നത്. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പശ്ചാത്താപത്തിനായി ജലം കൊണ്ട് മാമോദീസ നൽകി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് മാമോദീസ നൽകും. ഈ രണ്ട് മാമോദീസായും തമ്മിൽ വ്യത്യാസമുണ്ട്. അവൻ
വീശുമരം അവന്റെ കയ്യിലുണ്ട് കേട്ടോ. ഉടനെ അപ്പൊ പരിശുദ്ധാത്മാവ് കൊണ്ട് മാമോദീസ നൽകിയാൽ പിന്നെ ദൈവരാജ്യത്തിലായി അവൻ. പിന്നെ ഉടനെ യുഗാന്ത്യത്തിലേക്കാണ് പോകുന്നത്. വീശുമരം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി പതിരെ കെടാത്ത തീയിൽ നശിപ്പിക്കും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം സ്വീകരിച്ചവരെല്ലാവരും ആരായി മാറും? നല്ല വിത്തുകളായിട്ട് മാറും. അവ കളപ്പുരകളിൽ ശേഖരിക്കും. ഒന്നുകൂടി പാടിയേ ഈ ഭാഗം. ഇപ്പൊ പാടിയത് കർത്താവിന്റെ നദി ഒഴുകുന്നുള്ള ഭാഗം പാടി. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ഇതെല്ലാം ആ പരിശുദ്ധാത്മാവിലൂടെ ലോകം മുഴുവനിലും ഒരു പുതിയ ജലപ്രളയം ഉണ്ടാവും. നോഹയുടെ കാലത്തെ ജലപ്രളയം പോലെ തന്നെ. എന്നാൽ ഈ ജലപ്രളയം, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ ഒരു ജീവി നശിച്ചില്ല. അതാരായിരുന്നു? എന്തായിരുന്നു? മത്സ്യം. മത്സ്യങ്ങൾ നശിച്ചില്ല. മത്സ്യങ്ങൾക്ക് ധാരാളം ജലം. അതുകൊണ്ടാണ് മത്സ്യമാണ് ക്രിസ്തീയ ജീവന്റെ പ്രതീകം. ക്രിസ്തീയ ജീവന്റെ പ്രതീകമാണ് മത്സ്യം. പക്ഷെ മത്സ്യത്തിൽ എന്ത് വേണം? ധാരാളം ജലം വേണം. അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ജലപ്രളയത്തിലെ മത്സ്യം പോലെയാണ്, ഒരിക്കലും നശിക്കാത്ത. യെസ്. ആ അതെ, ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിൽ വരും. ഓക്കെ, നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്, എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുണ്ട് കേട്ടോ. എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുണ്ട്. എല്ലാം സംശയങ്ങൾ ചോദിക്കാം. പക്ഷെ ഒരു പടിപടിയായിട്ട് പോയാൽ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്, ഈ ആദവും ഹവ്വയെയും, ഇത്രയും കരുണാനിധിയായ ദൈവം ആദത്തെയും ഹവ്വയെയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഏദേൻ തോട്ടത്തിൽ നിന്ന് എന്തിനാ പുറത്താക്കിയത്? അവിടെ നിന്നാണ് ഇതിൻ്റെ കണക്ക് കിടക്കുന്നത്, ഇല്ലേ? ടീച്ചർ എന്ത് പറയണു? പിള്ളേര് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ പുറത്താക്കൂലേ? ഇപ്പില്ല. പണ്ടത്തെ ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ പേടിച്ച് വരച്ചിട്ടാണ്. ഒരു അമ്മക്കുട്ടിയമ്മ ടീച്ചറുണ്ടായിരുന്നു. ഒരു വലിയ പാണൽ വടി, ചൂരൽ വടിയും കൊണ്ടിങ്ങനെ നിൽക്കും. എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുർബാനയൊക്കെ കഴിഞ്ഞ് വാഴും കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും 15 മിനിറ്റ് ലേറ്റാവും. വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് നേരത്തെ തുടങ്ങണം, ഇല്ലേ? എന്താ, അവർക്ക് ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ പോകണതിന് ഗവൺമെൻറ് തന്നെ സൗകര്യം കൊടുത്തേക്കൾ. നമുക്കതൊന്നും വേണ്ട. നമ്മളതൊന്നും ആരും വാദിക്കണമില്ല. ഷോ എല്ലാ വെള്ളിയാഴ്ച എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പനോട് പറയും, എനിക്ക് അടി കിട്ടും. അതൊന്നും പറഞ്ഞാൽ കാര്യമില്ല. നീ കുർബാനയും കഴിഞ്ഞ് വാഴവും കഴിഞ്ഞിട്ടേ പോകാവൂ. ഇന്ന് അതിനൊക്കെ ഭയങ്കര ഒരു അർത്ഥം തോന്നാണ്. ആ കുർബാനയെ പ്രതി, ആ വാഴുവിനെ പ്രതി എനിക്ക് അടി കിട്ടിയതിൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അന്ന് ദേഷ്യമായിരുന്നു കേട്ടോ. അന്ന് ദേഷ്യമായിരുന്നു. ടീച്ചർമാരോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്താ? ശിക്ഷിക്കുന്ന ഒരു പ്രതീകമാണ് ഒരു ടീച്ചർ, ഒരു സാറ്. നമുക്കുണ്ടായ അനുഭവം അനുസരിച്ച്. എന്നാൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ടീച്ചറും സാറുമാരാണ്. പക്ഷെ അവരങ്ങനെ ഒന്നും ശിക്ഷിച്ചിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ഷുവറാണ്, ഇല്ലേ?
എന്നപോലെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പഠനം നമ്മളെ പഠിപ്പിച്ചേക്കുന്ന എന്താ? ആദവും ഹവ്വയും തിന്മ ചെയ്തതുകൊണ്ട് അവരെ ശിക്ഷിച്ചു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ശരിയല്ലേ? ശരിയല്ലേ? എന്നാൽ ഇനി ഒന്നെടുത്ത് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. നമുക്ക് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം വചനം വായിക്കാം. എല്ലാവരും എടുത്ത് വായിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു വലിയ കവാടം തുറക്കാൻ പോവുകയാണ്. ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാൻ പോവുകയാണ്. ബൈബിളിന്റെ മുഴുവൻ ആശയത്തെ നിങ്ങൾക്ക് ഇന്ന് വരെയുള്ള നമ്മളുടെ ആ മനസ്സിലാക്കലിനെ മാറ്റിക്കുറിക്കാൻ പോവുകയാണ്. വായിക്കാം. ദൈവമായ കർത്താവ് തേനുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദ്യത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അതാണ് ആദ്യത്തെ. തുവൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. 3:21. ഓക്കെ, പിന്നെ അടുത്തത്. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത് നന്മയും തിന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെയായിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്തനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഇനി അവർ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ചാൽ അമൃതരാകും. ഒന്നാം ഭാഗം ഒന്ന് എല്ലാവരും ഒന്നും കൂടി വായിച്ചു. അവിടെയാണ് ഇതിന്റെ വലിയ രഹസ്യം കിടക്കുന്നത്. ഒന്ന് വായിച്ചെല്ലാവരും. ഇനി അവർ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് തിന്ന് അമൃതനാകാൻ ഇടയാകരുത്. അതിനാൽ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഒന്നുകൂടി വായിച്ചേ. അതായത് ഒന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, അവിടെ വേറൊരു വൃക്ഷം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ വൃക്ഷം? ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അമർത്യനാകും ആ വ്യക്തി. അമർത്യനാകണം നല്ല കാര്യമല്ലേ? ആണോ അല്ലയോ? നല്ല കാര്യ. പക്ഷേ ഇപ്പോ ആദമപ്പാപ്പന്റെ അവസ്ഥ എന്താ? ആദവും ഹവ്വയും ഉത്ഭവപാപം മൂലം കളങ്കമാകുകയും അവരുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. ആത്മാവിലെ ജീവൻ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഈ ദൈവിക ജീവൻ അവർക്ക് തിരിച്ചു കിട്ടുന്നത് കർത്താവ് ഈശോ മിശിഹ വരുമ്പോഴാണ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കർത്താവ് ഈശോ മിശിഹ വന്ന് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിയുന്നത് വരെ അവർക്ക് അവരുടെ അവസ്ഥ മരണാവസ്ഥയാണ്, അഥവാ പാപാവസ്ഥയാണ്, അഥവാ പൈശാചിക അവസ്ഥയാണ്. ഈ പൈശാചിക അവസ്ഥയിൽ അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ചാൽ പൈശാചിക അവസ്ഥയിൽ അവർ അമർത്യരാകും. പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. അവർ പിശാചിനെ പോലെയാവും. അതായിരുന്നു പിശാചിന്റെ പ്ലാൻ. അതുകൊണ്ട് ദൈവമായ കർത്താവ് വാത്സല്യത്തോടെ എന്ത് ചെയ്തു കാണും? പറഞ്ഞു കാണും, മക്കളെ, നിങ്ങളെ കണ്ടോ, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശം സജ്ജമാക്കുവിൻ എന്ന് പറയുന്നുണ്ടല്ലേ? അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന് ഇതൊക്കെ അറിയാമായിരുന്നോ ഇല്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിന് മണ്ണിൽ നിന്നും മെനഞ്ഞെടുക്കുന്ന ഈ മനുഷ്യൻ ഇന്നിന്ന പാപങ്ങൾ ചെയ്യട്ടെ, അതിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ രക്ഷകനെ അയച്ച് എൻ്റെ മകനെ അയക്കും. അതിനുള്ള രക്ഷാകര പദ്ധതിക്ക് അന്നേ തന്നെ
നീതിയുടെ അച്ചാരമായിട്ടാണ് 21-ാമത്തെ വചനത്തിൽ പറയുന്നത്. ദൈവമായ കർത്താവ് അവരെ തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ധരിപ്പിച്ചു. ഇന്നത്തെ സപ്ര പ്രാർത്ഥനയിലെ ഭാഗം ഒന്ന് വായിക്കാമോ? 384-ാമത്തെ പേജില് 384-ാമത്തെ പേജില് മനോഹരമാകുന്നു മൂലം സകലരും ജീവിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന കുഞ്ഞാടനവരതും ഇപ്പോ യാദവും ഹവ്വയും തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി. പാപം മൂലം വികലമായ അവരെ ലജ്ജ മറയ്ക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി. എന്താണ്, എവിടെ നിന്നാണ് ഈ തുകൽ ഉണ്ടാക്കിയത്? എങ്ങനെയായിരിക്കാം ദൈവമായ കർത്താവ് തുകലുണ്ടാക്കിയത്? കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ടാകാം തുകലുണ്ടാക്കിയത്. അങ്ങനെ കുഞ്ഞാട് രക്ഷാകര പദ്ധതിയിൽ അന്നേ രംഗപ്രവേശം ചെയ്തു. ആ കുഞ്ഞാടിന്റെ രക്തം പുരണ്ട തുകൽ കൊണ്ട് ആദത്തെയും ഹവ്വയെയും ദൈവത്തിന്റെ ഓമന മക്കളെ ദൈവം തന്റെ അനന്തതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച അവരെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, മക്കൾ ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. കാരണം ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങളെങ്ങാനും ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ചാൽ നിങ്ങൾ ഈ പാപാവസ്ഥയിൽ, ഈ പൈശാചിക അവസ്ഥയിൽ നിങ്ങൾ അമർത്യരാകും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വിട്ടോ, നിങ്ങൾ വിട്ടോ. ഞാൻ നിങ്ങളെ പ്രതി ഏതേൻ തോട്ടം അടയ്ക്കാൻ പോവുകയാണ്, ജീവന്റെ വൃക്ഷത്തിന് ഞാൻ കാവൽ നിർത്താൻ പോവുകയാണ്. നിങ്ങളോ നിങ്ങളുടെ മക്കളോ അവരുടെ മക്കളോ ആരും രക്ഷകൻ വരുന്നത് വരെ ഈ ഭാഗത്തേക്ക് വരരുത്. രക്ഷകൻ വന്ന് ആദ്യം നിങ്ങളെ ആയിരിക്കും രക്ഷിക്കാൻ പോകുന്നത്. രക്ഷകൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് നിങ്ങളെ ആദ്യം രക്ഷിക്കും. അതിൻ്റെ അച്ചാരമായിട്ട് ആ കുഞ്ഞാടിന്റെ തുകൽ കൊണ്ട് ഞാൻ നിങ്ങളെ അണിയിക്കുന്നു. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മനസ്സിലായോ ഇല്ലയോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അറിവിന്റെ വൃക്ഷം. വേണ്ട, പക്ഷേ അതാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതാണ് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. അത് കഴിച്ചാൽ നീ മരിക്കും. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കില്ല, അമർത്യമാകും. പക്ഷേ എപ്പോ കഴിക്കണം? ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോ അവൻ പാപാവസ്ഥയിലായി. പാപാവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ പാപാവസ്ഥയിൽ അമർത്യമാകും. ഒരു കൊശവനൊരു കുടമുണ്ടാക്കി.
ആ കുടം അമർത്യമാകുന്നത് എപ്പോഴാണത്? അത് ചൂളയിലിട്ട് വേവിക്കുമ്പോഴല്ലേ? ആ ചൂളയിലിടുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും ഒരു ചീള്, മരത്തിന്റെ ചീള് കയറിയിരുന്നു, അറിയാണ്ട് അത് ചൂളയിലിട്ടു. ചൂളയിലിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ കുടത്തിൽ? ആ കുടത്തിന് ഒരു തുളയുണ്ടാവും. പിന്നെ ആ കുടം കൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിച്ചാൽ അമർത്യമാകും. പക്ഷേ പാപാവസ്ഥയിൽ അമർത്യമായാൽ പിന്നെ അവന് രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആദവും ഹവ്വയും ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അവരെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവരുടെ രക്ഷയുടെ ആരംഭമായിരുന്നു. ഇനി എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെട്ടത്? യേശു പീഡാസഹനവും മരണവും സംസ്കാരവും സമയത്ത് ആരുടെ പാപങ്ങൾക്കാണ് യേശു പീഡ സഹിച്ചത്? ഉത്ഭവ പാപമാണ് യേശു ആദ്യം ഏറ്റെടുത്തത്. ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ പാപവും ഉത്ഭവ പാപത്തിൽ നിന്നുണ്ടായതാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. ഇപ്പൊ നമ്മൾ എല്ലാ മനുഷ്യരിലും ഉത്ഭവപാപം ഉണ്ട്. ആ ഉത്ഭവപാപത്തിനെ യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ യേശു, അതാണ് ഈ ഇപ്പൊ നമ്മൾ പാടിയ ആ ഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗം, മിശിഹാ മൂലം സകലരും ജീവിക്കുന്നു, കുറിച്ചാണ് ഈ പറയുന്നത്. ആദവും ഹവ്വയും അതിനെ തുടർന്ന് യേശുക്രിസ്തു വരെ ഉണ്ടായിരുന്ന എല്ലാവരും പാപാവസ്ഥയിലായിരുന്നു. പക്ഷെ അവരെ രക്ഷിക്കാൻ ആരിലൂടെയാണ് അവരുടെ രക്ഷ? ആരിലൂടെയാണ് അവർ രക്ഷിക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിലൂടെയാണ്. യേശുവാണ് ലോകരക്ഷകൻ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബലി കൂടിയാണ് യേശു അർപ്പിച്ചത്. അതാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിൻകുട്ടി യേശു തമ്പുരാൻ. യേശു ബലി അർപ്പിച്ചതിലൂടെ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരുടെയും പാപം യേശു ഏറ്റെടുത്തതിന് ശേഷം അവരുടെ അവസ്ഥയിലേക്ക് യേശു കടന്നു ചെന്ന് യേശു മരണത്തിന്റെ ആ നിഴൽ വീണ താഴ്വരകളിലേക്ക് കടന്നു ചെന്ന് മരിച്ചവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് മരിച്ചവരെ പാപത്തിന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എടുത്തു. സ്വർഗം ഭൂമിയിലിറങ്ങി ആദവും ഹവ്വയും സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇനി കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം ഉണ്ട്. അതൊന്ന് വായിച്ച്, ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചതായിരുന്നു. ഇനി വായിക്കണോ? വിശ്വാസമായില്ലേ? ആയില്ലേ? എന്നാ വിശ്വാസത്തോടെ ഒന്നും കൂടി പാടിയേ. ഇതൊക്കെ ശവസംസ്കാരത്തിനെ പാടുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നമില്ലേ? സ്വർഗം ഭൂമിയിലിറങ്ങി സംഗതികൾക്കും പുനരധിവാസം
കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഐക്കൺ, ഒരു ചിത്രം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വളരെ ഫേമസ് ആണ്. ഇപ്പം ഞാനെല്ലാം ധ്യാനം നടത്തുന്ന ധ്യാനകേന്ദ്രത്തിൽ ഞായറാഴ്ച ദിവസം ആൾത്താരുടെ അടുത്ത് വലിയതായിട്ട് ഈ ചിത്രമാണ് വയ്ക്കാറ്. അതിൻ്റെ മതബോധന ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ ഒന്ന് വായിച്ചേക്കാം. 635, 633, 34, 35 ഒന്ന് വായിച്ച 33 മുതൽ 633. മൃതനായ മിശിഹ ഇറങ്ങിയ മൃതരുടെ വാസസ്ഥാനത്തെ വിശുദ്ധ ഗ്രന്ഥം പാതാളം എന്നാണ് വിളിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ ഷോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹെദസ് എന്നും ആണ് ഈ സ്ഥലം അറിയപ്പെടുക. അവിടെയുള്ളവർക്ക് ദൈവദർശനം ലഭിക്കുന്നില്ല. ദുഷ്ടരായാലും നീതിമാന്മാരായാലും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എല്ലാ മൃതരുടെയും അവസ്ഥ ഇതാണ്. ഈ പറഞ്ഞ രണ്ടു കൂട്ടരുടെയും സ്ഥിതി ഒന്ന് തന്നെയാണെന്ന് അർത്ഥമില്ല. അബ്രാഹത്തിന്റെ മടിയിൽ സ്വീകരിക്കപ്പെട്ട ലാസർ എന്ന ദരിദ്രന്റെ ഉപമയിലൂടെ യേശു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്രാഹത്തിന്റെ മടിയിൽ തങ്ങളുടെ രക്ഷകനെ കാത്തിരുന്ന ഈ വിശുദ്ധാത്മാക്കളെ തന്നെയാണ് കർത്താവായി ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിമുക്തരാക്കിയത്. ശപിക്കപ്പെട്ടവരെ മോചിപ്പിക്കാനോ ശാപസ്ഥലമായ പാതാളത്തെ നശിപ്പിക്കാനോ അല്ല, പിന്നെയോ തന്റെ മുൻപേ പോയ നീതിമാന്മാരെ വിമുക്തരാക്കാനാണ് അവിടുന്ന് പാതാളത്തിലിറങ്ങിയത്. മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. പാതാളത്തിലേക്കുള്ള ഇറക്കം രക്ഷയുടെ സുവിശേഷ ദൗത്യത്തിന്റെ പൂർണ്ണമായ നിറവേറ്റലാണ്. ഇത് യേശുവിന്റെ മെസ്സിയാനിക് ദൗത്യത്തിന്റെ അന്തിമഘട്ടമാണ്. കാലത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയതെങ്കിലും അതിന്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു ഘട്ടമാണിത്. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കർമ്മം എല്ലാ കാലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. കാരണം രക്ഷിക്കപ്പെടുന്നവരെല്ലാം വീണ്ടെടുപ്പിൽ ഭാഗവാക്കുകളാക്കപ്പെടുന്നു. മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി ക്രിസ്തു മരണത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജീവന്റെ കർത്താവായ യേശു മരണം മരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയാൽ ജീവിതകാലം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ വിമോചിപ്പിക്കുകയും ചെയ്തു. ഇനിമേൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ ഉത്തരനായ ക്രിസ്തുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങണം. തൻ്റെ മരണത്താൽ ഇവിടെ ഭയങ്കര കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ആദവും ഹവ്വയും സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ കേസ് പൊട്ടി. ബാക്കി കേസൊക്കെ തള്ളിപ്പോയില്ലേ? സമാധാനമായോ ഇല്ലയോ? അമ്മച്ചി സമാധാനമായോ? അതായത് ഉത്ഭവപാപം മൂലമാണ് ലോകത്തിലെ സകല പാപം ഉണ്ടായത്. ആ ഉത്ഭവപാപം ചെയ്ത ആളുകളെ കർത്താവ് ഈശോ മിശിഹ തന്റെ കാരുണ്യത്തിലൂടെ രക്ഷിച്ചു, അവരെ സ്വർഗത്തിലേക്ക് എടുത്തു. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് എന്താണ് വിശ്വസിച്ച് കഴിയുമ്പോൾ അവൻ മല്ലനെ പോലെ പ്രസന്നതയോടെ വരും. അല്ലെങ്കിൽ അയ്യോ ഞാൻ സ്വർഗത്തിൽ പോകുമോ? നരകത്തിൽ പോകാനാണ് സാധ്യത. കാരണം ഞാനൊരു വീടി വലിച്ചു, അതുകൊണ്ട് തന്നെ കർത്താവ് നരകത്തിൽ കൊണ്ടുപോകും. സിഗരറ്റ് വലിക്കൽ നീ നരകത്തിൽ പോവും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അമ്മച്ചിമാർ അയ്യോ ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ലൈസൻസ് കിട്ടൂലേ? ലൈസൻസ് അല്ല, സത്യം നമ്മൾ അറിഞ്ഞാലേ നമ്മൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് 2000 വർഷമായിട്ടും ഇപ്പൊ നമ്മൾ ഈ കേട്ട ഈ സുവിശേഷം പ്രചരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കേട്ട സുവിശേഷം പ്രചരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഇത്രയും ധ്യാനകേന്ദ്രങ്ങളുണ്ടായിട്ട് ഇവിടെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് പ്രചരിച്ചാലേ ലോകം മുഴുവനും സുവിശേഷവൽക്കരിക്കപ്പെടുകയുള്ളൂ.
സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ അതിൻ്റെ ആരംഭം നമ്മൾ എടുക്കണം. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഭവം തന്ന നിമിഷങ്ങളാണ്. ഇതെനിക്ക് മനസ്സിലായപ്പോഴേ ഞാൻ എത്ര നാള് തപസ്സെടുത്തപ്പോഴാണ് ഇത് മനസ്സിലായത്. അത് ഞാൻ നിങ്ങൾക്കെല്ലാം ഇപ്പൊ ഗുളികമാതിരി പെട്ടെന്ന് തരികയാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴല്ലേ ഇത് മനസ്സിലായത്. അവിടെ നേരെ എഴുതിയേക്കണ കാര്യമല്ലേ ഇത്. എന്താ എഴുതിയേക്കണം? അവരിനി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അതുകൊണ്ട് അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇതിന്റെ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അപ്പൊ അവിടെ അതിൻ്റെ ഇടയ്ക്ക് അതാണ് ഈ വെളിപാടിന്റെ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും എല്ലാം കുറെ കാര്യങ്ങൾ പ്രതീകമാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലായതോടുകൂടി ആദവും ഹവ്വയും സ്വർഗത്തിലാണെന്ന് കേട്ടതോടുകൂടി പിന്നെ നമുക്ക് സ്വർഗം ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി അല്ലേ? ഇതാ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ വെറുതെ ഒരു ഭയപ്പെടുത്തുന്ന പേടിപ്പിച്ചു കൊണ്ട് നടക്കാണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്യാൻ നരകത്തിൽ പോട്ടും. അങ്ങനെയല്ല നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ പഠിപ്പിക്കേണ്ടത്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. മാരകപാപത്തിൽ മരിച്ചാൽ നരകത്തിൽ പോകുന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ എന്താണ് അതൊക്കെ നമ്മൾക്ക് നാളെ ക്ലാസ് എടുക്കാനുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞോ. മാരകപാപത്തിൽ മരിക്കുക, മനസ്തപിക്കാതെ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ കരുണയെ തിരസ്കരിച്ചുകൊണ്ട് മരിക്കുമ്പോഴാണ്, യേശുക്രിസ്തുവിലൂടെ സംജാതമായിരിക്കുന്ന ഈ കരുണ തിരസ്കരിക്കുകയും മാരകപാപത്തിൽ മരിക്കുകയും പശ്ചാത്തപിക്കാതെ അങ്ങനെയുള്ളവരാണ് നരകത്തിൽ പോവും. പക്ഷേ അങ്ങനെയുള്ള ആള് നമ്മളിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചില്ലായിരുന്നു. നമ്മൾ എന്തിനാണ് ഇത്രയും കത്തോലിക്ക സഭ, എന്താ കത്തോലിക്ക സഭയുടെ പണി? ആൾക്കാർ നരകത്തിൽ പോണവരെ പോടാം പോയിക്കോളാൻ പറയാനാണോ? എന്താണ് സഭയുടെ ദൗത്യം? എന്താണ് വിശ്വാസിയുടെ ദൗത്യം? വിശ്വാസിയുടെ ദൗത്യം അങ്ങനെ നരകത്തിൽ പോകാൻ കോഴിയെ കുറുക്കൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയും നിൽക്കട അവിടെ, പറയില്ലയോ? അതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. ഒരു വിശ്വാസിക്ക് അതിനുള്ള അഭിഷേകമാണ് തന്നേക്കണേ. നീ അറിയുന്ന ഒരുവൻ പാപകരമായ അവസ്ഥയിൽ ജീവിച്ച് നരകത്തിലേക്ക് പോകാൻ ഇടയാകരുത്. അതിനുള്ള കൃപയാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, മറ്റൊരാളെ രക്ഷിക്കാനും കൂടിയാ. അതാണ് നമ്മളിപ്പോ ഫാത്തിമ, ഇന്ന് ഫാത്തിമ ദിവസത്തിൽ ഫാത്തിമ പ്രാർത്ഥന, ഈ രക്ഷയുടെ പ്രാർത്ഥനയാണ്. ഓഹോന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ. എല്ലാവരും പറഞ്ഞേ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും. അപ്പൊ ഇപ്പൊ ഒരാൾ മാരകഭാവത്തിൽ ജീവിച്ച് പശ്ചാത്തപിക്കാതെ ഇങ്ങനെ കിടക്കാണ്ട് മരിച്ചിട്ടില്ല. നമ്മുടെ ഈ പ്രാർത്ഥന ദൈവം കേട്ട് അവനിലേക്ക് കരുണ വർഷിക്കുമോ? കരുണ വർഷിക്കുമോ? വർഷിക്കും. അങ്ങനെ അവൻ പറയും, അതെ നീ ഒന്ന് അച്ഛനെ വിളിക്ക്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ ഇതൊന്നും അറിയാത്ത ധാരാളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതോരോ ആൾക്കാരില്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ പറഞ്ഞ് കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശും. ഒരു പെണ്ണുകുട്ടിയുടെ സാക്ഷ്യത്തിലാണ്, എൻ്റെ പേര് അമ്പിളി, ഞാൻ ഒരു ഹിന്ദുവാണ്, ഞാൻ
യേശുവിനെ കുറിച്ച് ഒരാളിൽ നിന്നും കേട്ടിട്ടില്ല, റേഡിയോയിലോ ടി വിയിലോ ഒന്നും കേട്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് അത് വെളുത്ത് ജ്വലിക്കുന്ന ഒരാൾ വന്ന് നിൽക്കുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ എന്നോട് പറയാണ്, അമ്പിളി അമ്പിളി, ഞാൻ നിന്റെ യേശുവാണ്. എൻ്റെ ഹൃദയം ഒരു വലിയ സ്നേഹാനുഭൂതി കൊണ്ട് നിറഞ്ഞു. ഇതാവുള്ള സാക്ഷ്യം. ഇങ്ങനെ എന്തോരം പേരാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാത്തത് കൊണ്ടായിരിക്കാം കർത്താവ് ഈശോ മിശിഹായും മാതാവും ഔസേപ്പിതാവും ഈ വിശുദ്ധരെല്ലാവരും നേരിട്ട് വന്ന് പ്രഘോഷിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടരണം ഇല്ലേ? വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കൊണ്ട് വരണം. എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് ഇനി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് വീശുപുറം, എന്താണ് പതിര്, എന്താണ് നല്ല വിത്ത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. യെസ്, വി ഗോ. 8:15 8:45 എല്ലാവരും